ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ കണ്ടംപററി ഇന്ത്യയുടെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് അല്ലേ, എന്നോട് കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, മിസ് എന്താ കണ്ടംപററി ഇന്ത്യയുടെ ക്ലാസ് ഇടാത്തെ, രോഷാകുലരൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് തോന്നുന്നു. ക്ലാസ് ഇടുന്നില്ലേ, ബാക്കിയൊന്നും ഇടുവോ, ഞങ്ങൾക്ക് എക്സാം ആവുന്നുണ്ട്, നിങ്ങളുടെ എക്സാമിൻ്റെ കാര്യം നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷനിലാണ് ഞാൻ. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടംപററി ഇന്ത്യയുടെ എക്സാം 27th എക്സാം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഏതല്ല യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടംപററി ഇന്ത്യ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കി സബ്ജക്റ്റുകളൊന്ന് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടംപററി ഇന്ത്യയുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആരെങ്കിലും അത് കാണാതെ ഇത് വന്ന് കാണുന്നുണ്ടെങ്കിൽ അതോടെ പഠിച്ചിട്ട് പോരുക. ഓക്കെ, നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണത് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നത്, ബ്രിട്ടീഷുകാർ അതിൽ നിന്ന് എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡേഴ്സിൻ്റെ കുറച്ച് ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ്, പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോപ്പുലർ മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുവാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓൺ ടൈമിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ബുക്കും പെന്നും ഒക്കെ എടുത്ത് നമുക്ക് പഠിക്കാം. പോപ്പുലർ മൂവ്മെന്റ്സ്, എന്താണ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആക്ഷൻസ് ഓൾസോ കോൾഡ് സോഷ്യൽ മൂവ്മെന്റ്സ്. എന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആക്ഷൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പ്രവർത്തികളെയാണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലർ മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇതിനെ എന്താണ്, സോഷ്യൽ മൂവ്മെന്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ മൂവ്മെന്റിന് പകരം പ്രധാനപ്പെട്ട സോഷ്യൽ മൂവ്മെന്റ്സ് ഏതാണെന്ന് ചോദിച്ചാലും നമ്മളെ ഈ സെയിം ടോപ്പിക്ക് തന്നെയാണ് എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. It means those agitations or revolts done by the people to get their demands meet. എന്താണ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഡിമാൻഡ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള സമരങ്ങളോ അല്ലെങ്കിൽ റിവോൾട്ട്സിനെയോ ആണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഡിമാൻഡ്സ് ആർ ഓഫ് ഗ്രേറ്റർ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് മോസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻ എ കൺട്രി. ഡിമാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരെ രാജ്യത്ത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഡിമാൻഡുകളാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ പോപ്പുലർ മൂവ്മെന്റുകളെ എന്താണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പോപ്പുലർ മൂവ്മെന്റുകളെ എന്താണ്, പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്നും നോൺ പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്നും. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, എന്നോട് കുറച്ച് പേര് ചോദിച്ചു മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ, മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ഒരേ ടൈമിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുന്ന സമയത്ത് മലയാളത്തിൽ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. മലയാളത്തിൽ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് എക്സാമിന് എഴുതുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടായിട്ട് എഴുതി എടുക്കുവാൻ സാധിക്കും. അതല്ല എങ്കിൽ മലയാളത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുക. മലയാളത്തിൽ എഴുതുന്നത് ഞാൻ കുറച്ച് കാണുകയല്ല കേട്ടോ, ഒരിക്കലും അല്ല. മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ, നമ്മുടെ മാതൃഭാഷയാണ്, നമുക്ക് അതിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എക്സാം എഴുതാൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് മനസ്സിലാക്കി നമുക്ക് എക്സാം എഴുതിയാൽ മതി. അതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക, ക്ലാസ് കേൾക്കാം. പ്യുവർ മലയാളത്തിലാണ് ഞാൻ ക്ലാസ് പറയുന്നത്, നോട്ട് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും മലയാളത്തിലാണ് എക്സാമിൻ്റെ എക്സ്പ്ലനേഷൻ ഫുള്ള് പറയുന്നത്. ഓക്കെ, അപ്പം പോപ്പുലർ മൂവ്മെന്റ്സിനെ എന്താണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്നും നോൺ പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്നും. പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കീപ് ക്ലോസ് അസോസിയേഷൻ വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഫോളോ ദെയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഐഡിയോളജീസ്. ഇതിൻ്റെ എന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ, പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ടി ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. ഈ മൂവ്മെന്റ് നടത്തുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ബേസ്ഡ് ആയിട്ടായിരിക്കും. ആൻഡ് ആ ഒരു പാർട്ടിയുടെ ഒബ്ജക്റ്റീവ്സും ഐഡിയോളജീസും ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ ആ മൂവ്മെന്റുകൾ നടത്തുക. ഓക്കെ, നോൺ പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്, ഡു നോട്ട് കീപ് അസോസിയേഷൻ വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടി. എന്താണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു അസോസിയേഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു കോർഡിനേഷനും ഇല്ല.
ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം സ്പെസിഫിക് ഐഡിയോളജീസ്. ഓരോ പാർട്ടിയായിട്ട് ഒരു അസോസിയേഷനും ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഐഡിയോളജി ആയിട്ട് യാതൊരു സഹകരണവും ആർക്കില്ല? നോൺ പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റുകൾക്കില്ല. ഓക്കെ, ഇതാണ് 2 ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ മൂവ്മെൻറ്റുകളാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, പോപ്പുലർ മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദി ടൈമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ചിപ്കോ, ഇവിടെ ഒട്ടിയിരിക്കുക എന്ന് പറയും. ചിപ്കോ മൂവ്മെൻറ്റ്, ദളിത് പാൻതേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, ആൻറ്റി അറക് മൂവ്മെൻറ്റ്സ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ നിങ്ങൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും പഠിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ടേമുകളൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ദെൻ മൂവ്മെൻറ്റ്സ് ഫോർ റൈറ്റ് ടു ഇൻഫോർമേഷൻ. ഇത്രയും പോപ്പുലർ മൂവ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് എന്താണ്? ചിപ്കോ മൂവ്മെൻറ്റ്. എവിടെയോ ഒട്ടിയിരിക്കുവാണ് അല്ലേ? നമ്മുടെ ആദ്യത്തെ മൂവ്മെൻ്റ് ആണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇറ്റ് വാസ് ആൻ എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് ടു പ്രിവെൻറ്റ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്. എന്താണ്? നമ്മുടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ് ഒട്ടിപ്പിടിച്ച് നിന്നത് അവർ? മരങ്ങളിൽ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ചിപ്കോ മൂവ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ. നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളുകളിലെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. കുറേ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി എന്താണ് ഒരു മരത്തിൽ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ കോർത്ത് നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ടാവും അല്ലേ? അത് നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിക്ചറാണ്. ഇത് demanded that local communities should have control over their natural resources. ഈ ചിപ്കോ മൂവ്മെൻറ്റിലൂടെ അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ലോക്കൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ പ്രാദേശികവാസികൾക്ക് അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസിന് എന്താണ് അവർക്ക് അതിന് മേൽ അധികാരം ഉണ്ടാവണം, അല്ലാതെ വേറെ ആർക്കും ആ ഒരു അധികാരം കൊടുക്കുവാൻ പാടില്ല. ഈ ഒരു സംഭവം എന്താണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദ മൂവ്മെന്റ് ബിഗാൻ in some villages of Uttarakhand in early 1973 when the forest department refused the permission to the villages to fell ash trees for making agricultural tools. ഓക്കെ, ഉത്തരാഖണ്ഡിൽ 1973 അവിടുത്തെ വില്ലേജസ് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമവാസികൾക്ക് അവരുടെ കാർഷികപരമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആഷ് ട്രീസ് വെട്ടുന്നതിനുള്ള അധികാരം ആര് കൊടുത്തില്ല? നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ് കൊടുത്തില്ല. ഇതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്കൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് വെട്ടാതിരിക്കുന്നതിന് എന്തിനാണ് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കർഷകർക്കേ കൊടുക്കാതിരുന്നുള്ളൂ, പക്ഷെ ആർക്ക് കൊടുത്തു? The forest department allotted the same patch of land to a sports manufacturer for commercial use, which enraged the villages. എന്താണ്? ഈ സെയിം സ്ഥലം തന്നെ, വേറെ സ്ഥലമല്ല, സെയിം കൃഷി സ്ഥലം തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് എന്നൊക്കെ പറയും നമ്മൾ അല്ലേ? ആ ഒരു പ്ലോട്ട് എന്ത് ചെയ്തു? സ്പോർട്സ് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു ആൾക്ക് അയാളുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് ആ ഒരു സ്ഥലം വനം വകുപ്പ് കൈമാറി. ഇതിനെതിരെ പ്രകോപിതരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു മൂവ്മെന്റിനെതിരെ തുടങ്ങിയതാണ് എന്ത്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, തുടങ്ങിയപ്പോൾ തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ ഉത്തരാഖണ്ഡിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു മൂവ്മെന്റ് സ്പ്രെഡായി. ദ സ്ട്രഗിൾ സൂൺ സ്പ്രെഡ് അക്രോസ് മെനി പാർട്സ് ഓഫ് ഉത്തരാഖണ്ഡ്. ഇഷ്യൂസ് ഓഫ് എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ റീജിയൻ വെയർ റേസ്ഡ്. എന്താണ്? പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി ബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടുള്ള ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എതിരെയായിരുന്നു നമ്മുടെ ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെതിരെയൊക്കെ ഇവരെന്താണ് ശബ്ദമുയർത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, the villagers demanded that no forest exploitation contracts should be given to outsiders and local communities should have effective control over natural resources. എന്താണ്? പുറത്തുനിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക്, പുറത്ത് ഔട്ട്സൈഡേഴ്സിന് ഒന്നും എന്ത് കൊടുക്കാൻ പാടില്ല? ഈ ഒരു ലാൻഡിന്റെ മേലുള്ള അധികാരം കൊടുക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർക്ക് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല. നാച്ചുറൽ റിസോഴ്സിന്റെ മുകളിലുള്ള അധികാരം എപ്പോഴും അവിടെ ജീവിക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റീസിനായിരിക്കണം.
ഈ ഒരു സമരത്തിൽ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആരാണ്? സ്ത്രീകളാണ്. വുമൻസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വാസ് എ വെരി നോബിൾ ആസ്പെക്ട് ഓഫ് ദ മൂവ്മെന്റ്. ഓക്കെ, they held sustained agitations against the habit of alcoholism and broadened the agenda of movement to cover their other social issues. സ്ത്രീകൾ ഈ ഒരു മൂവ്മെന്റിൽ മാത്രമല്ല മുന്നോട്ട് വന്നേ, ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യ നിരോധനത്തിനെതിരെ കൂടി, മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഹാബിറ്റിനെതിരെ കൂടി എന്താണ് ഈ സ്ത്രീകൾ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് വന്നു. അവർ നേരിടുന്ന മറ്റ് സോഷ്യൽ ഇഷ്യൂസ് അവരെന്ത് ചെയ്തു? തടയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്ത്രീകൾ മുമ്പോട്ട് വരുന്നത്. The movement achieved a victory when the government issued a ban on felling of trees in the Himalayan regions for 15 years until the green cover was fully restored. എന്താണ് ആ ഒരു ചിപ്കോ മൂവ്മെന്റ് വിജയത്തിലേക്ക് വരികയുണ്ടായി. അതായത് ഉത്തരാഖണ്ഡിലെ ചിപ്കോ മൂവ്മെന്റ് വിജയിച്ചു. ഗവൺമെന്റ് എന്ത് ചെയ്തു? അവിടുത്തെ ഉത്തരാഖണ്ഡിലെ ട്രീകളെ അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ എന്താണ് ഒരു ഉത്തരവിറക്കി. 15 വർഷത്തേക്ക് ഹിമാലയൻ റീജിയനിലെ മരങ്ങളൊന്നും വെട്ടുവാൻ പാടില്ല. അവിടെ ഫുള്ള് ഗ്രീൻ കവർ റീസ്റ്റോർ ആകുന്നത് വരെ അല്ലെങ്കിൽ പച്ചപ്പ് വിരിയുന്നത് വരെ അവിടുത്തെ ഒരു മരങ്ങളും വെട്ടി നശിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. ഓക്കെ, ഈ ഒരു നമ്മുടെ ചിപ്കോ മൂവ്മെന്റിൽ പ്രധാനമായിട്ട് മുന്നിലുണ്ടായിരുന്ന നമ്മുടെ 3 ലീഡേഴ്സ് ഉണ്ട്. അതാണ് സുന്ദർലാൽ ബഹുഗുണ, ചാണ്ടി പ്രസാദ് ഭട്ട് ആൻഡ് ഗൗരാദേവി. ഗൗരാദേവിയുടെ ഒരു പിക്ചർ, നമ്മൾ ആ മരത്തിന് ചുറ്റും നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാൾ നമ്മുടെ ഗൗരാദേവിയാണ്. അവര് ഒരു സ്ത്രീയാണ് ഗൗരാദേവി. അവര് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മറ്റ് സ്ത്രീകളുടെ മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമരങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചിപ്കോ മൂവ്മെന്റിന്റെ കാര്യത്തിൽ പഠിക്കുവാനുള്ളത്. അടുത്തത് നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? ഓക്കെ, ദളിത് പാന്തേഴ്സ്. ദളിത് പാന്തേഴ്സ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക് അല്ലെങ്കിൽ അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഓഫ് ദ ദളിത് യൂത്ത് വിച്ച് വാസ് ഫോംഡ് ഇൻ മഹാരാഷ്ട്ര ഇൻ 1972. എന്താണ് 1972 മഹാരാഷ്ട്രയിലെ ദളിത് യുവാക്കള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. Though the Indian Constitution abolished the practice of untouchability, social discrimination and violence against the ex-untouchable groups continued in various ways. എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ എന്താണ് ഈ സമൂഹത്തില് കുറെ പേരെ മാറ്റി നിർത്തുക, മാർജിനലൈസ് ചെയ്യുക, ഇതൊക്കെ എന്താണ് നിർത്തി. അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. അതൊരു ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് തെറ്റാണ് എന്ന് നിയമം വന്നുവെങ്കിലും ഇന്ത്യയിലെ എക്സ് അൺടച്ചബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പണ്ട് തൊട്ടുകൂടായ്മ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവരെ എന്താണ് പല സ്ഥലങ്ങളിലും അവർ വീണ്ടും ഈ ഒരു അവസ്ഥ തന്നെ നേരിട്ടുകൊണ്ടിരുന്നു. അവരൊക്കെ ഒരു അവഗണന വീണ്ടും നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവർ പല തരത്തിലുള്ള അവഗണനകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ദളിത് വില്ലേജേഴ്സ് വെയർ സെറ്റ് അപ്പാർട്ട് ഫ്രം മെയിൻ വില്ലേജ്. എന്താണ് ദളിത് ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളുടെയൊക്കെ അടുത്തു നിന്നും ഒരു അകലത്തിൽ വേണം ഈ ദളിത് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ഡിനൈഡ് ടു ആക്സസ് കോമൺ സോഴ്സ് ഓഫ് വാട്ടർ. അതായത് പൊതു കിണറൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ പൊതു ജലാശയം ഒന്നും ദളിതര് ഉപയോഗിക്കുവാൻ, ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പോലും പാടില്ല. ഓക്കെ, ദളിതര് ഉപയോഗിക്കുവാൻ പാടില്ല. ദെൻ വുമർ വെയർ ഡിസ്ഹോണേഡ്. എന്താണ് സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ അവരെ ബഹുമാനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ദളിത് സ്ത്രീകൾക്ക് ഒരു അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഫേസ് കളക്റ്റീവ് അട്രോസിറ്റീസ്. എന്താണ് ഒരു പലതരത്തിലുള്ള വേർതിരിവുകൾ അവർ നേരിട്ടിരുന്നു, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അവർ നേരിട്ടിരുന്നു. എന്താണ് ദെൻ ആക്ടിവിറ്റീസ് ഓഫ് ദളിത് പാന്തേഴ്സ് മോസ്റ്റ്ലി സെന്റേർഡ് അറൌണ്ട് ഫൈറ്റിംഗ് ഇൻക്രീസിംഗ് അട്രോസിറ്റീസ് ഓൺ ദളിറ്റ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ്. എന്താണ് ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് ഈ ദളിറ്റ്സ് നേരിടുന്ന പല പ്രശ്നങ്ങളും സ്റ്റേറ്റിൽ, അതായത് നമ്മുടെ മഹാരാഷ്ട്രയിൽ
നേരിടുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു അൺടച്ചബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദളിത് പാന്തേഴ്സിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്. The movement provided a platform for Dalit educated youth to use their creativity as a protest activity. എന്താണ് ഈ മൂവ്മെന്റ്? എന്താണ്? ദളിത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അവരോട് അവരുടെ പ്രൊട്ടസ്റ്റ്, അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ എങ്ങനെയാണോ വളരെ ക്രിയാത്മകമായിട്ട് ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രൊട്ടസ്റ്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരുവാൻ അവരുടെ മൂവ്മെന്റ് നമ്മുടെ ദളിത് എഡ്യൂക്കേറ്റഡ് യൂത്തിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ദളിത് റൈറ്റേഴ്സ് പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദ ബ്രൂട്ടലൈറ്റീസ് ഓഫ് the caste system in their numerous autobiographies and other literary works published during this period. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ദളിത്സ് നേരിട്ടിരുന്ന കാസ്റ്റ് സിസ്റ്റവുമായിട്ട് നേരിട്ടിരുന്ന ഒരുപാട് ബ്രൂട്ടാലിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എതിരെയായിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് എന്താണ്? ഈ ദളിത് റൈറ്റേഴ്സ് അവരുടെ ന്യൂമറസ് ആയിട്ടുള്ള അവരുടെ ഓട്ടോബയോഗ്രഫീസിൽ എന്താണ് ഇതിനെതിരെ ഒരുപാട് ലിറ്റററി വർക്ക്സ് അവർ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, as a result of sustained agitation, the government passed a comprehensive law in 1989 that provided for rigorous punishments for atrocities against Dalits. ഇതിൻ്റെയൊക്കെ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് എന്താണ് 1989 ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു നിയമം പാസ്സാക്കി. എന്താണ്? ദളിതർക്കെതിരെയുള്ള ഈ അടിച്ചമർത്തൽ നയം ഒഴിവാക്കണം. അങ്ങനെ ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ പണിഷ്മെന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഗവൺമെന്റ് എന്ത് ചെയ്തു? 1989 ഒരു നിയമം പാസ്സാക്കി. ഇൻ പോസ്റ്റ് എമർജൻസി പീരിയഡ് ദളിത് പാന്തേഴ്സ് got involved in electoral compromises. It also underwent many splits which led to its decline. എന്താണ്? നമ്മുടെ പോസ്റ്റ് എമർജൻസി പീരീഡിൽ അല്ലെ, എമർജൻസിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ദളിത് പാന്തേഴ്സിന് എന്താണ് ഇലക്ടറൽ കോംപ്രമൈസസ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ സംവരണം ഏർപ്പെടുത്തിയാൽ അങ്ങനെ സംവരണം കിട്ടി ഇലക്ടറൽ അല്ലെങ്കിൽ ഇലക്ടറൽ ബോർഡിൽ തിരഞ്ഞെടുപ്പിൽ അവർക്ക് സംവരണം ഏർപ്പെടുത്തി. ഇതെന്ത് ചെയ്തു? അവരിൽ സ്പ്ലിറ്റ് ഉണ്ടാകുവാനും അങ്ങനെ നമ്മുടെ ഈ ദളിത് പാന്തേഴ്സ് എന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒരു മിലിറ്റന്റ് അസോസിയേഷൻ ഡിക്ലൈൻ ആകുവാനും കാരണമായി. ഓർഗനൈസേഷൻസ് ലൈക്ക് ദ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ BAMCEF ടുക്ക് ഓവർ ദി സ്പേസ്. അതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മുടെ ആ ഒരു സ്പ്ലിറ്റിന് പകരം അല്ലെങ്കിൽ ആ ഒരു ഡിക്ലൈന് ശേഷം ദളിത് പാന്തേഴ്സിൻ്റെ സെയിം പൊസിഷനിലേക്ക് വന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് BAMCEF. അതിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് എന്താണ് ദളിത് പാന്തേഴ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? ദളിത് പാന്തേഴ്സ് എന്നും കഴിഞ്ഞു. ഓക്കെ, ഇതിൽ ദളിത് പാന്തേഴ്സിലെ പ്രധാനപ്പെട്ട ദളിത് പാന്തേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ മിലിറ്റൻസ് ആയിരുന്നു 4 പേരുണ്ട്. നാംദിയോ ദശാൽ, രാജ ധാലെ, JV പവർ, അരുൺ കാമ്പിൾ. ഇത്രയും പേരാണ് നമ്മുടെ ദളിത് പാന്തേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 പ്രധാനപ്പെട്ട പോപ്പുലർ മൂവ്മെന്റുകളാണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ആദ്യം പഠിച്ചത് ഏതായിരുന്നു? ചിപ്കോ മൂവ്മെന്റ് അല്ലേ? മരത്തെ കെട്ടിപ്പിടിച്ച് നിന്ന് സമരം ചെയ്തത് ചിപ്കോ മൂവ്മെന്റ്. മരങ്ങൾ വെട്ടുന്നതിനെതിരായിട്ട് സമരം ചെയ്തതായിരുന്നു ചിപ്കോ മൂവ്മെന്റ്. അതെവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലായിരുന്നു. ഇത് എവിടെയാണ്? ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് മഹാരാഷ്ട്രയിലായിരുന്നു അല്ലേ? ഓക്കെ, ഈ 2 മൂവ്മെന്റുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള മൂവ്മെന്റുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എക്സാമിന് എങ്ങനെ ആൻസർ എഴുതുമെന്ന് ആരും ചോദിക്കേണ്ട. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, ക്ലാസ് കേട്ട് തന്നെ പഠിക്കുക. മലയാളത്തിൽ എക്സാമിന് ആൻസർ എഴുതുന്നവർ മലയാളത്തിൽ തന്നെ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വലിയൊരു ടഫ് ഉണ്ടാവില്ല. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ പോയിന്റ്സ് എടുത്ത് എഴുതാം. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഹിസ്റ്ററിയുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഒരുപാട് പേപ്പേഴ്സിൽ എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത്. അതൊക്കെ പണ്ടത്തെ ജനറേഷനാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ടീച്ചേഴ്സൊക്കെ മാറി. അപ്പം എന്താണ്, തൂക്കം നമ്മുടെ പേപ്പർ കൊണ്ടുപോയി ത്രാസിൽ വെച്ച് തൂക്കിയിട്ടൊന്നും അല്ല നമുക്ക് മാർക്ക് കിട്ടുക. ഒരുപാട് പേപ്പറിൽ എഴുതിയാൽ ഒത്തിരി മാർക്ക് കിട്ടുമെന്നല്ല, കിട്ടത്തില്ല എന്നുമല്ല, കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് വേണം. ഒരുപാട് എഴുതിയത് കൊണ്ട് മാർക്ക് കിട്ടണമെന്നില്ല കേട്ടോ. കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അത് ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് മിന്നണ പേനയൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിടണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കൂടി പറഞ്ഞേക്കുക, നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.